So, once again, welcome back to M-Favor Kerala PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗവേണൻസ് കേരള പെർസ്പെക്റ്റീവിൽ നിന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വരാനിരിക്കുന്ന മത്സര പരീക്ഷകളിൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്നും കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇതിൻ്റെ നോട്ട് ആരും എഴുതിയെടുക്കണ്ട, പൂർണ്ണമായിട്ടും M-Favor ലേണിംഗ് ആപ്പിൽ നിന്നും ഡൗൺലോഡ് ചെയ്യും. ഓക്കെ, സോ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും, ബട്ട് എന്താ പറയുക, നിങ്ങൾ അതിനനുസരിച്ച് കൂടെ നിൽക്കുക കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഗവേണൻസ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഗവേണൻസ് എന്താണ്? സർക്കാർ ഓഫീസുകളിൽ കാത്തു നിൽക്കാതെ വിവര സാങ്കേതിക വിദ്യ അഥവാ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടെ സേവനങ്ങൾ കുറഞ്ഞ ചെലവിലും വേഗത്തിലും കാര്യക്ഷമതയോടെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന സംവിധാനത്തെയാണ് ഗവേണൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഗവേണൻസിന്റെ കാര്യത്തിൽ കേരളം എന്ന് പറയുന്നത് വലിയ ഒരു മുടിചൂട മന്നൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഗവേണൻസിന്റെ കാര്യത്തിൽ. ഓക്കെ, ഈ ഒരു ക്ലാസ് എടുക്കുന്നതിന് മുന്നേയായിട്ട് തന്നെ ഗവേണൻസിനെ പറ്റി നമ്മൾ ഇന്ത്യ പെർസ്പെക്റ്റീവിൽ നിന്നും പഠിച്ചിരുന്നു. മാത്രമല്ല, ഇന്ത്യ ലെവലിൽ ചില പ്രധാനപ്പെട്ട പദ്ധതികൾ, ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും പുതിയ നോട്ട് ഹോട്ട് ടോപ്പിക് ആയിട്ട് M-Favor ലേണിംഗ് ആപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് വായിക്കണം. ഓക്കെ, സോ കേരളം ഗവേണൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ 2016 ഫെബ്രുവരി 26 PSC ചോദ്യമാണ് ഈ തീയതി എന്ന് പറയുന്നത്. 2016 ഫെബ്രുവരി 26 എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായിട്ട് കേരളത്തെ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് കുമാർ മുഖർജി പ്രഖ്യാപിച്ചു. അത് PSC ചോദ്യമായിട്ട് കൃത്യമായി വരികയും ചെയ്തു, ഡേറ്റ് ഉൾപ്പെടെ. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യാസ് ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് സ്റ്റേറ്റ്. എന്നാൽ 2020 ആയപ്പോഴേക്കും സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വകുപ്പായിട്ട് ഉണ്ട്. പൊതുവിദ്യാഭ്യാസം അഥവാ പബ്ലിക് എഡ്യൂക്കേഷൻ. പബ്ലിക് എഡ്യൂക്കേഷൻ മേഖലയിലും കേരളം സമ്പൂർണ്ണ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ട് മാറുകയും ചെയ്തു. അതെങ്ങനെയാണെന്നല്ലേ? 1 മുതൽ 12 വരെ ക്ലാസ് ഉള്ള മുഴുവൻ സ്കൂളും ഡിജിറ്റലൈസ് ചെയ്തതിലൂടെ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായിട്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിലും കേരളം മാറുകയാണ് ഉണ്ടായത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോ ആ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി 2022 ഒരു അസസ്മെന്റ് റിപ്പോർട്ട് പ്രകാരം ഗവേണൻസ് മേഖലയിൽ കേരളത്തിന്റെ സേവനത്തെ ദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടതിന്റെ ഒരു ചോദ്യവും PSC പരീക്ഷയിൽ വന്നിട്ടുണ്ട്. 2022 നാഷണൽ ഗവേണൻസ് സർവീസ് ഡെലിവറി അസസ്മെന്റ് പ്രകാരം വിവര സാങ്കേതിക വിദ്യ അഥവാ IT ഉപയോഗിച്ച് പൊതുസേവനങ്ങൾ നൽകുന്നതിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം അതും കേരളം തന്നെയാണ്. സോ ഡിജിറ്റൽ അല്ലെങ്കിൽ ഗവേണൻസ് മേഖലയിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ മഹനീയമാണെന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇന്റർനെറ്റ് പൗരന്മാരുടെ അവകാശമെന്ന് ആദ്യമായി പ്രഖ്യാപിച്ച സംസ്ഥാനവും കേരളം തന്നെയാണ്. 2.4 കോടിയിലധികം സർട്ടിഫിക്കറ്റുകൾ, ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനവും കേരളമാണ്. ഇപ്പോ സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് ഇപ്പോ വസ്തുനികുതിയും മറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട് ലഭിക്കും അല്ലെ? K-സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ അല്ലെങ്കിൽ വെബ് പോർട്ടലിലൂടെ കയറി നമുക്ക് ഇന്ന് പണം അടച്ചു കഴിഞ്ഞാൽ എല്ലാം തന്നെ ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെസിപ്റ്റുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനമാണ് സംസ്ഥാനത്തിന്റെ
സംസ്ഥാനത്തിന്റെ സൈബർ സുരക്ഷാ നില മെച്ചപ്പെടുത്തുന്നതിനായിട്ട് CRTK അഥവാ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം കേരള സ്ഥാപിക്കപ്പെട്ട വർഷം 2010 PSC ചോദ്യമാണ്. സോ വളരെ ഇമ്പോർട്ടന്റ്. സംസ്ഥാനത്തിന്റെ സൈബർ സുരക്ഷാ നില മെച്ചപ്പെടുത്തുന്നതിനായിട്ട് CRTK അഥവാ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം കേരള സ്ഥാപിക്കപ്പെട്ടത് 2010 ആണ്. ഇന്നിപ്പോ ഇ ഗവേണൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് കൈകോർത്തിരിക്കുകയാണ് അല്ലെ. ഇന്നിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടമാണ്. ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ സുതാര്യമായ ഒരു ഭരണം അല്ലെങ്കിൽ സുതാര്യമായ സർക്കാർ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനമാണെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഈ ഒരു സംവിധാനത്തെ കുറെ കൂടി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായവും ഇപ്പോ കോർത്തിണക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സുരക്ഷിതത്വം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇ ഗവേണൻസുമായിട്ട് ഇപ്പോൾ ടൈപ്പ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഇ ഗവേണൻസിലേക്ക് ഇപ്പോൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും അത് ഇപ്പോൾ ലിങ്ക് ചെയ്ത് വരുന്നതിന്റെ ഭാഗമായിട്ട് നാഷണൽ ലെവലിൽ തന്നെ പല ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനം, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായിട്ട് കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച ദിവസം വെരി വെരി ഇമ്പോർട്ടന്റ് PSC ചോദ്യമാണ്. 25 മെയ് 2023 ആണ് കേട്ടോ. 2023 എന്താണ്? 25 മെയ് 2023 എന്ത് സംഭവിച്ചു? ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായിട്ട് കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. സോ ഫുള്ളി ഇ ഗവേൺഡ് സ്റ്റേറ്റ്. അപ്പോ ഫുള്ളി ഡിജിറ്റലൈസ്ഡ് സ്റ്റേറ്റ് എന്നുള്ള ഇത് 2016 ഫെബ്രുവരി 26 അന്നത്തെ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി ആണ് എങ്കിൽ ഫുള്ളി ഇ ഗവേൺഡ് സ്റ്റേറ്റ് എന്ന ഒരു പദവി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ ആദ്യമായിട്ട് 25 മെയ് 2023. ഓക്കെ, ഇനി കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരത്താണ്. കണിയാപുരത്തിനടുത്ത് പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോ ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പൂർണ്ണ രൂപം അറിയണമല്ലോ. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി എന്നാണ് അറിയപ്പെടുന്നത്. സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇനി IIITM അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്. അപ്പോ ഈ ഒരു സ്ഥാപനം 2020 അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഡിജിറ്റൽ സർവകലാശാല ഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഡിജിറ്റൽ സർവകലാശാല പുതുതായിട്ട് പണിത കെട്ടിടമല്ല. പഴയ IIITM കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന IIITM അതിനെ അപ്ഗ്രേഡ് ചെയ്താണ് ഇത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആക്കി മാറ്റിയിരിക്കുന്നത്. കേരളത്തിലെ 14ാമത്തെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഡിജിറ്റൽ സർവകലാശാല. കൂടാതെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല കൂടിയാണ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നത്. മുദ്രാവാക്യം അഥവാ മോട്ടോ എന്ന് പറയുന്നത് ക്യൂറേറ്റിംഗ് എ റെസ്പോൺസിബിൾ ഡിജിറ്റൽ വേൾഡ്. ക്യൂറേറ്റിംഗ് എ റെസ്പോൺസിബിൾ ഡിജിറ്റൽ വേൾഡ്. ഇനി ഇതിന്റെ ചാൻസലർ എന്ന് പറയുന്നത് ഗവർണറാണ്. സ്വാഭാവികമായിട്ടും മുഹമ്മദ് ആരിഫ് ഖാൻ തന്നെയാണ് നിലവിൽ ചാൻസലർ ആയിട്ടുള്ളത്. ആദ്യത്തെയും നിലവിലെയും വൈസ് ചാൻസലർ സജി ഗോപിനാഥ് ആണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താ? സജി ഗോപിനാഥ് ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ എന്നുള്ളത് PSC ചോദ്യമായിരുന്നു. ഓക്കെ, ഇത്രയുള്ള കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഓക്കെ, ശരി. അപ്പോ ഇനി അടുത്തതിലേക്ക് പോവാം. ഇ ഗവേണൻസ് സോഫ്റ്റ്വെയറുകളാണ്. ഓക്കെ, ഇപ്പൊ കേരളവുമായി ബന്ധപ്പെട്ട് വളരെ കാലം മുന്നേ തന്നെ, വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകൾ കേരളം ഫോം ചെയ്തിട്ടുണ്ട്. IT മിഷനൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് കേരളത്തിൽ. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. കുറെ ഉണ്ട് കേട്ടോ സോഫ്റ്റ്വെയറുകൾ. പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായെന്നിരിക്കും, എങ്കിൽ കൂടിയിട്ടും ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. കാരണം PSC പരീക്ഷകളിൽ ഈ പറയുന്ന സോഫ്റ്റ്വെയറുകളെ പറ്റി ചോദിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ പഴയ സോഫ്റ്റ്വെയറുകളാണെങ്കിലും. സുലേഖ, ഓക്കെ,
പദ്ധതി രൂപവൽക്കരണം, ഏതെങ്കിലും ഒരു പ്രോഗ്രാം, അതിൻ്റെ ഒരു ഫോർമേഷൻ, ഒരു പ്രോഗ്രാം ഫോം ചെയ്താൽ അതിന് അംഗീകാരം നൽകുക, എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പദ്ധതി നിർവഹണം, കൂടാതെ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുരോഗതി രേഖപ്പെടുത്തൽ എന്നിവയ്ക്കായിട്ട് സർക്കാർ മേഖലയിലുള്ള സോഫ്റ്റ്വെയർ ആണ് സുലേഖ എന്ന് പറയുന്നത്. അപ്പോൾ പദ്ധതി രൂപവൽക്കരണം, അംഗീകാരം, നിർവഹിക്കൽ, അതിന്റെ പുരോഗതിയൊക്കെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സുലേഖ എന്ന് പറയുന്നത്. സുലേഖ. ഓക്കെ. അടുത്തതായിട്ട് സേവന സിവിൽ രജിസ്ട്രേഷനും ഉണ്ട്, പെൻഷനും ഉണ്ട്. അതിൽ തന്നെ ഉണ്ട് എന്തോ ഒരു സേവനമാണ് എന്നുള്ളത് നന്നായിട്ട് അറിയാം അല്ലെ. സിവിൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ജനന മരണ, അതുപോലെ തന്നെ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനുള്ള സംവിധാനമാണ്. അപ്പൊ ഇതുവഴി നമുക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കും. നേരത്തെ പറഞ്ഞു 2 കോടിയിലധികം ഈ സർട്ടിഫിക്കറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോ ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ നടത്തുന്നതിനും സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് സേവന സിവിൽ രജിസ്ട്രേഷൻ. സേവന പെൻഷൻ എന്ന് പറഞ്ഞാൽ പെൻഷൻ അതിൽ തന്നെയുണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവ വഴി അവശ വിഭാഗത്തിന് സഹായം എത്തിക്കുന്ന സുതാര്യവും കാര്യക്ഷമവുമായ സംവിധാനമാണ് സേവന പെൻഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇപ്പൊ സുലേഖ കഴിഞ്ഞു, സേവനയും കഴിഞ്ഞു. ഇനി സങ്കേതം അതിൽ തന്നെ ഉണ്ട്. സങ്കേതം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മൾ അയാളുടെ സങ്കേതം എന്ന് പറഞ്ഞാൽ അയാൾ താമസിക്കുന്ന, അയാൾ അവിടെ നിൽക്കുന്ന എന്ന അർത്ഥത്തോടു കൂടിയാണ് അല്ലെ. അപ്പൊ കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് സങ്കേതം. അപ്പൊ അത് നിങ്ങൾക്ക് ഓർത്തേക്കാൻ പറ്റും. ഓപ്ഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും കെട്ടിട നിർമ്മാണ പെർമിറ്റ്. ഇനി സകർമ്മ, ഇത് പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ കമ്മിറ്റി, അവയുടെ കീഴിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, സ്റ്റിയറിംഗ് കമ്മിറ്റികൾ തുടങ്ങിയ ഔദ്യോഗിക കമ്മിറ്റി തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് സകർമ്മ എന്ന് പറയുന്നത്. ഇനി സുഗമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുമരാമത്ത് പ്രവർത്തികൾ, അതായത് പൊതുമരാമത്ത് എന്ന് പറഞ്ഞാൽ പബ്ലിക് വർക്ക്സ്, റോഡ് അല്ലെങ്കിൽ ചെറിയ ചാലുകൾ അങ്ങനെയൊക്കെ വരുന്ന പൊതുമരാമത്ത് പ്രവർത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് സുഗമ എന്ന സോഫ്റ്റ്വെയർ. ഇനി സർക്കാർ സ്ഥാപനങ്ങളിൽ എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായുള്ള സോഫ്റ്റ്വെയർ. അതിൽ തന്നെ ഉണ്ട് സ്ഥാപന. ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് വിങ് ഉണ്ടോ? എസ്റ്റാബ്ലിഷ്മെന്റ് വിങ് ആണെങ്കിൽ ആ സ്ഥാപനത്തെ പിടിച്ചു നിർത്തുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് വിങ് ആണ്. അതുണ്ടെങ്കിൽ അവരാണ് നിങ്ങളുടെ അറ്റൻഡൻസും മറ്റ് പേറോളുകളും അല്ലെ, കൃത്യമായിട്ടുള്ള സാലറിയും എല്ലാം കൂട്ടിക്കഴിച്ച് നിങ്ങൾക്ക് തരേണ്ടതും ഒക്കെ, അറ്റൻഡൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിനനുസരിച്ച് സാലറി സെറ്റ് ചെയ്യുന്നതും, ആ ഒരു ഓഫീസിലെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എസ്റ്റാബ്ലിഷ്മെന്റ് വിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ അപ്പോൾ ആ എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് സ്ഥാപന എന്ന് പറയുന്നത്. ഇനി സാഫല്യ എന്ന് പറഞ്ഞാൽ പ്രാദേശിക മാനവ വിഭവശേഷി മാനേജ്മെന്റ്. അതായത് പ്രാദേശിക തലത്തിൽ റീജിയണൽ ലെവലിൽ നമ്മുടെ എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സംഗതിയാണ് സാഫല്യ എന്ന് പറയുന്നത്. സാംഖ്യ അതിൽ തന്നെ ഉണ്ട്. സാംഖ്യ എന്ന് പറയുമ്പോൾ തന്നെ സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട് കണക്കുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. വരവ് ചെലവുകൾ അക്കൗണ്ട് ചെയ്യുന്നതിനും ധനകാര്യ പത്രിക തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ. ഇനി ഭദ്രം എന്ന അർത്ഥത്തോടു കൂടി വരുമ്പോൾ ബഡ്ജറ്റ് വളരെ ഭദ്രമായിരിക്കണം അല്ലെ. ബഡ്ജറ്റ്, സാമ്പത്തിക കാര്യ നിർവഹണം എന്നിവ കൈകാര്യം ചെയ്യുന്നതിനായുള്ള സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്? സുഭദ്ര എന്ന് പറയുന്നത്. അപ്പൊ സാംഖ്യ, വരവ് ചെലവ്, അതിനൊരു സംഖ്യ ഉണ്ടായിരിക്കുമല്ലോ, അതാണ് സാംഖ്യ സോഫ്റ്റ്വെയർ. സുഭദ്ര എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ്, അതുപോലെ തന്നെ സാമ്പത്തിക കാര്യ നിർവഹണം കൈകാര്യം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സുഭദ്ര എന്ന് പറയുന്നത്. ഇനി സംവേദിത എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകൾ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ്. പല എന്താ പറയാ കോർപ്പറേഷനുകളുണ്ട്, മുനിസിപ്പാലിറ്റികളുണ്ട്, ഗ്രാമപഞ്ചായത്തുകളുണ്ട്, അവയ്ക്കൊക്കെ അവരുടേതായിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട് അല്ലെ. ആ വെബ്സൈറ്റുകളെല്ലാം
തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് സംവേദിത. സഞ്ചിത, നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും സംബന്ധിച്ച അറിവുകൾ ലഭ്യമാക്കുന്നു സഞ്ചിത. ഓക്കെ, ഇനി സൂചിക. സൂചിക എന്ന് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം വഴി ലഭ്യമാകുന്നതും ഓഫീസിനകത്ത് തീർപ്പ് കൽപ്പിക്കുന്നതുമായ ഫയലുകളുടെ നീക്കങ്ങൾ രേഖപ്പെടുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനും ടച്ച് സ്ക്രീൻ സംവിധാനത്തിലൂടെ ഫയലുകളുടെ നിജസ്ഥിതി പൊതുജനങ്ങൾക്ക് അറിയുന്നതിനും സഹായകരമാവുന്ന സോഫ്റ്റ്വെയർ. ഒന്നുമല്ല, നമ്മളൊരു തദ്ദേശ സ്ഥാപനത്തിൽ പോയി, ഓക്കെ, പഞ്ചായത്തിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ നമ്മളൊരു അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ആ അപേക്ഷ കൊടുത്തു, അതിന്റെ ഫയൽ നമ്പർ കിട്ടി. അപ്പോൾ നിലവിൽ അതിന്റെ സ്റ്റാറ്റസ് അറിയുന്നതിന് നമ്മളെ സഹായിക്കും, റിയൽ ടൈം ആയിട്ട് സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ കൂടിയാണ് സൂചിക എന്ന് പറയുന്നത്. ഇനി സചിത്ര. സചിത്ര അതിൽ തന്നെയുണ്ട് ചിത്രം. ചിത്രം എന്ന് പറയുമ്പോൾ മാപ്പുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കഡസ്ട്രൽ ഭൂപടം. കഡസ്ട്രൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കഡസ്ട്രൽ അതായത് ഒരു ലാൻഡ് ഏരിയ മാപ്പ് തന്നെയാണ്. അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. ലൈക്ക് ഈ പറയുന്ന നമ്മുടെ വസ്തുവിന്റെ അതിർത്തി കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കും. ഈ വസ്തുവിന്റെ ഓണർ ആരാണ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ആ മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കും. സോ കഡസ്ട്രൽ മാപ്പ്, അതുപോലെ തന്നെ വാർഡ് ഭൂപടം എന്നിവ അടങ്ങിയ ഭൂപട വ്യൂഹം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ. സോ പ്രദേശങ്ങളിലെ മാപ്പ് തയ്യാറാക്കാൻ വേണ്ടി സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സചിത്ര. ചിത്രം അതിൽ തന്നെ ഉണ്ട്. സഞ്ചയ. സഞ്ചയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2010 കേരള സംസ്ഥാന സർക്കാരിന്റെ ഇ ഗവർണൻസ് പുരസ്കാരം നേടിയ ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് സഞ്ചയ. ഇതൊരു PSC ചോദ്യമായിരുന്നു. പഴയകാല PSC ചോദ്യമൊന്നുമല്ല, 2018 ചോദിച്ച ചോദ്യം. 2010 സഞ്ചയ എന്ന സോഫ്റ്റ്വെയറിന് കേരള സംസ്ഥാന സർക്കാരിന്റെ ഇ ഗവർണൻസ് മികവിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, വസ്തു നികുതി, തൊഴിൽ നികുതി, വസ്തു കെട്ടിട നികുതി തുടങ്ങിയ റവന്യൂ സംവിധാനം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് സഞ്ചയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇത്രയും സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ പഠിച്ചേ പറ്റും. മിക്കതും എസ് വെച്ച് തന്നെയാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശരി. ഇനി നമ്മൾ പഠിക്കുന്നത് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത്, അല്ലെ? കെ സ്മാർട്ട് അതായത് കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇത് നോക്കിയോളൂ, PSC ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. സ്പാർക്കിന്റെ പൂർണ്ണ രൂപം ചോദിച്ചു. അതേപോലെ കെ സ്മാർട്ടിന്റെ പൂർണ്ണ രൂപം ചോദിച്ചില്ല എങ്കിൽ ഈ പണി നിർത്തണം, അല്ലെ? സോ ആരാ? നിങ്ങളല്ല, ഞാൻ ചോദിച്ചിരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് കെ സ്മാർട്ട്. 2024 ജനുവരി 1 മുതൽ പദ്ധതിയും കെ സ്മാർട്ട് മൊബൈൽ ആപ്പും നിലവിൽ വന്നു. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പല സോഫ്റ്റ്വെയറുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പല സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളെ കുറിച്ച് പരിചയപ്പെട്ടു. എന്നാൽ ഇവയുമായി ബന്ധപ്പെട്ട് ഇവയിൽ പലതും ഇപ്പോ കെ സ്മാർട്ട് വഴി, അതായത് നമ്മളിപ്പോ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കയറി നോക്കുമ്പോൾ ആ സൈറ്റിൽ പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാൻഡ് ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേഷന്റെ സൈറ്റിൽ കയറുകയാണ്. സോ സ്ട്രെയിറ്റ് അവേ കോർപ്പറേഷൻ സൈറ്റിൽ നിന്നും നേരെ കെ സ്മാർട്ടിലേക്കാണ് വഴിതിരിച്ചു വിടുന്നത്. അതായത് ഇന്നിപ്പോ എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇടപാടുകളും ഈ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു സംവിധാനമാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യഘട്ടത്തിൽ കെ സ്മാർട്ട് വിന്യസിച്ചത്. തുടർന്ന് 2024 ഏപ്രിൽ 1 ഗ്രാമപഞ്ചായത്തുകളിലേക്കും ഇത് വ്യാപിപ്പിച്ചു. ഇതോടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ സമയബന്ധിതമായി ഓഫീസിൽ പോകാതെ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. ഇന്നിപ്പോ നമുക്ക് കെ സ്മാർട്ട് വഴി എന്ത് ചെയ്യാം? ശ്രദ്ധിക്കണം, ഇത് ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട? തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട്. MP രാജേഷാണ് അതിന്റെ നിലവിലത്തെ മന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ട് ഏത് വകുപ്പ് നിൽക്കുന്നു? തദ്ദേശ സ്വയംഭരണ
വകുപ്പ്. കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അത് തന്നെയുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ, ഭരണപരമായ ഒരു റിഫോർമേഷൻ, ഒരു മാറ്റം അല്ലെ. അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു എല്ലാ കാര്യങ്ങളും വളരെ ഡിജിറ്റലൈസ് ചെയ്ത് വളരെ വേഗത്തിൽ സമയബന്ധിതമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കെ സ്മാർട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ആദ്യഘട്ടത്തിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികൾ, രണ്ടാം ഘട്ടത്തിൽ എല്ലാ ഗ്രാമപഞ്ചായത്തിലേക്കും വിന്യസിപ്പിച്ചതോടുകൂടി 2024 ഏപ്രിൽ 1 മുതൽ കെ സ്മാർട്ട് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഇപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിംഗ് ടാക്സ് ഒക്കെ അടയ്ക്കണമെങ്കിൽ കെ സ്മാർട്ട് വഴിയേ ഇപ്പൊ പറ്റുന്നുള്ളൂ. ഓക്കെ, തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി കെ സ്മാർട്ട് വികസിപ്പിച്ചത് ഇൻഫർമേഷൻ കേരള മിഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കമ്പ്യൂട്ടർ വൽക്കരണത്തിനും നെറ്റ്വർക്കിങ്ങിനുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ തന്നെ 1999 ഇൻഫർമേഷൻ കേരള മിഷൻ ഒരു സ്വയംഭരണ സ്ഥാപനം അഥവാ ഓട്ടോണോമസ് ബോഡിയായിട്ട് രൂപവൽക്കരിക്കപ്പെട്ടത്. കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ സേവനങ്ങൾക്കായുള്ള അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കാനും അവയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി തന്നെ അറിയാൻ നമുക്ക് സാധിക്കും, ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി എന്തൊക്കെയാണ്? സിവിൽ രജിസ്ട്രേഷൻ, ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ. സോ ഇതിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ നേരത്തെ സോഫ്റ്റ്വെയറുകൾ പഠിച്ചിരുന്നു. ഇപ്പോൾ എല്ലാം തന്നെ എന്തിലേക്ക് മാറിയിരിക്കുക? കെ സ്മാർട്ട് എന്ന പുതിയ സംവിധാനം വന്നതോടുകൂടി ഇതിനാണ് ഇപ്പോൾ പ്രചാരമുള്ളത്. ബിസിനസ് ഫെസിലിറ്റേഷൻ, വ്യാപാരങ്ങൾക്കും വ്യവസായങ്ങൾക്കുള്ള ലൈസൻസുകൾ, വസ്തു നികുതി, യൂസർ മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഫിനാൻസ്, ബിൽഡിംഗ് പെർമിഷൻ, പൊതുജന പരാതി പരിഹാരം എന്നീ 8 സേവനങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ കെ സ്മാർട്ട് വഴി ലഭിക്കുക. ശ്രദ്ധിക്കാം, ബ്ലോക്ക് ചെയിൻ. എന്താണ് ബ്ലോക്ക് ചെയിൻ? ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് നിങ്ങൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒക്കെ നമ്മൾ എപ്പോഴാണ് പഠിക്കുന്നത്? ഈ ഡിഗ്രി പ്രിലിംസിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ്. ഇതൊരു ഡേറ്റാബേസ് ആണ്, ഷെയർഡ് ഡേറ്റാബേസ് ആണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. നമുക്ക് എന്താ പറയാ, ഒരുപാട് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സംവിധാനമാണ്. നമുക്ക് ആവശ്യമുള്ള ഡേറ്റകൾ നമുക്ക് അവിടെ നിന്ന് തിരഞ്ഞെടുക്കാനും, അത് ബ്ലോക്ക് ഫോർമാറ്റിലാണ്, അവിടെ ക്രിപ്റ്റോഗ്രാഫിയുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് അത് ഫോം ചെയ്തിരിക്കുന്നത് കേട്ടോ. വലിയൊരു സംവിധാനമാണ്, കൂടുതൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തീരത്തില്ല. അപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഷെയർഡ് ഡേറ്റാബേസ് ആണ്. ഇന്നത്തെ കാലത്ത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വലിയ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാവർക്കും അറിയാം, GIS അഥവാ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അറിയാം, ചാറ്റ് ബോട്ട്, അതുപോലെ തന്നെ മെസ്സേജ് ഇന്റഗ്രേഷൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താ? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾ ഞാൻ പറയാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആമസോൺ വെബ് സർവീസ്, AWS എന്ന് പറയാം. അതായത് ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഡേറ്റ ഇപ്പൊ തന്നെ നമുക്ക് അറിഞ്ഞൂടെ, മൊബൈലിൽ നമുക്ക് ഡേറ്റ സ്റ്റോറേജ് ഇല്ലാതെ വരുമ്പോഴേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ ഐഫോൺ ആണെങ്കിൽ ആപ്പിളിൽ നിന്നോ ഈ പറയുന്ന ക്ലൗഡ് സ്റ്റോറേജ് പണം കൊടുത്ത് മേടിക്കും. സോ അത് മൊബൈലിലല്ല സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഒരു റിമോട്ട് സെർവറിൽ അത് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കും അല്ലെ. റിമോട്ട് സെർവറിലാണ് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ വളരെ സുരക്ഷിതവുമാണ് താനും. അപ്പോ ഒരുപാട് സർവീസസ് ലൈക്ക് നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യാനും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പണം മുടക്കി എന്താ പറയാ, ഇപ്പൊ പെൻഡ്രൈവ് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ഒക്കെ വലിയ പണം മുടക്കി വാങ്ങുന്നതിന് പകരം ഈ വലിയ വലിയ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ അവർ യൂസ് ചെയ്യുന്നത് AWS പോലുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി വിവിധ സോഫ്റ്റ്വെയറുകൾ തമ്മിലുള്ള API ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയറുകൾ തമ്മിൽ, ഇപ്പൊ മനുഷ്യന്മാർ തമ്മിൽ സംസാരിക്കുന്നത് വഴിയാണ്. അപ്പൊ സംസാരിക്കുമ്പോൾ നോക്കിയും കണ്ടും സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി പാളും, കേസാവും, ബുദ്ധിമുട്ടാവും. അപ്പൊ സോഫ്റ്റ്വെയറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോഫ്റ്റ്വെയർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് അഥവാ റൂൾസ് ഉണ്ട്.
അതാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസിലൂടെ സാധ്യമാകുന്നത്. അപ്പോൾ ഇവയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടാണ് കെ സ്മാർട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ കെ സ്മാർട്ട് നിലവിൽ വന്നത് 2024 ജനുവരി 1. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. ഓക്കെ അല്ലേ? സോ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇനി അടുത്തതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. സോ വിവിധ സോഫ്റ്റ്വെയറുകളെ പറ്റി നമ്മൾ പഠിച്ചു, കെ സ്മാർട്ടിനെ പറ്റി പഠിച്ചു. ഇനി കെ ഫോണിനെ പറ്റിയാണ്, കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് സംവിധാനം എന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുന്ന കെ ഫോൺ. ഓക്കെ, സോ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് BPL കുടുംബങ്ങൾ, സർക്കാർ ഓഫീസുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ തുടങ്ങിയ എല്ലാ മേഖലയിലും അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കുക. ഇതാണ് കെ ഫോൺ എന്ന് പറയുന്നത്. കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് പദ്ധതിയാണിത്. ശ്രദ്ധിക്കണം, ആർക്കാ ഫ്രീ? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് BPL സൗജന്യമായും മറ്റുള്ളവർക്ക് സബ്സിഡി നിരക്കിലും ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ലഭ്യമാക്കുകയാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അഥവാ KSWAN. വാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അല്ലേ? സോ ഇതാണ് സംസ്ഥാനത്തെ ഇ ഗവേണൻസിന്റെ പ്രധാന നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ. എന്നിരുന്നാലും KSWAN മുഖേനയുള്ള നിലവിലുള്ള കണക്ടിവിറ്റി ഇ ഗവൺമെന്റ് സേവനങ്ങൾ നൽകുന്നതിന് ഏകദേശം 3800 സർക്കാർ ഓഫീസുകളിലേക്ക് മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ദാറ്റ് മീൻസ് കെ ഫോണ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലേക്കും വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനാൽ ഭാവിയിലെ ബാൻഡ് വിഡ്ത്ത് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കാര്യക്ഷമമായ സേവന വിതരണം, ഗുണനിലവാരം, വിശ്വാസ്യത, സുരക്ഷത എന്നിവ ഉറപ്പാക്കിയ ഒരു സമർപ്പിത ഒപ്റ്റിക്കൽ ഫൈബർ ബാക്ക്ബോൺ ആയിട്ട് കെ ഫോൺ അവതരിപ്പിക്കും. ഓക്കെ, അതായത് ഈ പറയുന്ന സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ കെ ഫോൺ ഇന്റർനെറ്റ് കണക്ടിവിറ്റി വരുന്നതോട് കൂടി തന്നെ എന്ത് സംഭവിക്കും? എല്ലാ വേറെ BSNLന്റെ ആവശ്യമൊന്നും വരുന്നില്ല, അല്ലെ? കെ ഫോണിന്റെ തന്നെ നേരിട്ടുള്ള ഇന്റർനെറ്റ് സംവിധാനം കിട്ടുന്നതോടുകൂടി അതും ഒരു ഇതായി മാറും. പിന്നെ ബാൻഡ് വിഡ്ത്തിന് വേണ്ടിയിട്ട് മറ്റ് ടീമുകളുമായിട്ട് കൈകോർക്കും. എയർടെലുമായിട്ട് വേണമെങ്കിൽ കൈകോർക്കാം. ഇനി സംസ്ഥാനമൊട്ടാകെ ഒരു കോർ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിക്കുകയും 3000-ലധികം സർക്കാർ സ്ഥാപനങ്ങൾക്ക് കണക്ടിവിറ്റി നൽകുകയും ചെയ്യുന്നു. ഇനി കെ ഫോൺ വികസിപ്പിച്ചിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് KSEB ആണ്. നമ്മുടെ കയ്യിൽ നിന്നും കൊള്ളയടിച്ച കാശ് KSEB വെച്ചിട്ടുണ്ട് കയ്യിൽ. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അഥവാ KSITIL എന്ന സ്ഥാപനവും 50:50 എന്ന ഒരു ജോയിന്റ് വെഞ്ചറിലൂടെ, ഒരു ജോയിന്റ് സംരംഭത്തിലൂടെയാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ ആരൊക്കെയാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? KSEBയും KSITIL അഥവാ കേരള സ്റ്റേറ്റ്. KS എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ്, IT എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇൻഫർമേഷൻ ടെക്നോളജി. ഇനി IL എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ഇവർ രണ്ടുപേരും ചേർന്ന് 50:50 പാർട്ണർഷിപ്പിലാണ് കെ ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കെ ഫോണ് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമായ ബാൻഡ് വിഡ്ത്ത് കണക്ടിവിറ്റി കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലുടനീളം കെ ഫോൺ അവൈലബിൾ ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സുമായിട്ടൊക്കെ കൈകോർക്കാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, സോ കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് പദ്ധതിയാണ്. സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ BPL കുടുംബത്തിന് സൗജന്യമാണ്, മറ്റുള്ളവർക്ക് സബ്സിഡി നിരക്കിൽ കിട്ടും. കെ ഫോണിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ സേവനദാതാക്കൾക്കും വിവേചനരഹിതമായ ആക്സസ് ഉള്ള ഒരു പ്രധാന നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ സൃഷ്ടിക്കുക. ഓക്കെ, അതായത് നമുക്ക് ഏത് സൈറ്റിൽ വേണമെങ്കിലും കയറാം, ഒരു വിവേചനവും ഇല്ല. ഓക്കെ, ഇനി എല്ലാ സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ മുതലായവയെ ബന്ധിപ്പിക്കുന്ന വിശ്വസനീയവും സുരക്ഷിതവും ഉറപ്പാക്കുന്ന ഒരു ഇന്റർനെറ്റ് സംവിധാനം. ഇന്റർനെറ്റ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിന്റെ കീഴിൽ തന്നെ വിവിധ വകുപ്പുകൾ, സർക്കാരിന്റെ കീഴിൽ ഒരുപാട് വകുപ്പുകളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അവയെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുക, ഇന്റർനെറ്റ് സംവിധാനം. ഓക്കെ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകുന്നതിന് MSO അഥവാ മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റേഴ്സ്, TSP അഥവാ ടണൽ സെറ്റപ്പ് പ്രോട്ടോകോൾ, ISP അഥവാ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്നിവരുമായി സഹകരിക്കുക. ഇതൊക്കെ വരുമ്പോൾ എന്താണെന്ന് നിങ്ങൾ അന്നേരം ചിന്തിക്കരുത്. ഇതൊക്കെയാണ് MSO എന്താണ്, TSP എന്താണ്, ISP എന്താണെന്നുള്ള കാര്യം കമ്പ്യൂട്ടർ സയൻസിലൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. സോ
ഇതൊക്കെ പ്രയോജനപ്പെടുത്തിയാണ് കേരളത്തിൽ ഇ ഗവേണൻസ് സാധ്യമാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇന്റർനെറ്റ് ആക്സസ് പൗരന്മാരുടെ അടിസ്ഥാന അവകാശമാക്കി ഡിജിറ്റൽ വിഭജനം അഥവാ ഡിജിറ്റൽ ഡിവൈഡ് നികത്തുക, അല്ലെങ്കിൽ ഡിജിറ്റൽ ഗ്യാപ്പ് നികത്തുക, പ്രാദേശിക സംരംഭങ്ങൾ, അതുപോലെ തന്നെ MSME അതായത് ചെറുകിട സംരംഭങ്ങൾ എന്നിവയ്ക്ക് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പിന്തുണ നൽകുന്നതിലൂടെ ഇലക്ട്രോണിക്സ് IT വ്യവസായം പ്രോത്സാഹിപ്പിക്കുക എന്നതുകൂടി KFONന്റെ ഒരു ലക്ഷ്യമാണ്. ഓക്കെ, അപ്പൊ KFON എന്താണ്? KSEBയും KSITIL കൂടെ ചേർന്നുകൊണ്ട്, KSITIL എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് IT ഇൻഫർമേഷൻ ടെക്നോളജി IL ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് 50-50 പാർട്ണർഷിപ്പിലാണത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ KSMART എന്തെന്ന് പഠിച്ചു, KFON എന്തെന്ന് പഠിച്ചു. ഇനി ഇൻഫർമേഷൻ കേരള മിഷൻ എന്താണെന്ന് നോക്കാം. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇ ഗവേണൻസ് നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1999 ആരംഭിച്ച പദ്ധതിയാണ്. സോ ഇൻഫർമേഷൻ കേരള മിഷൻ അല്ലെ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ പല സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കാൻ കാരണമാകുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തദ്ദേശ ഭരണ വകുപ്പിന്റെ ജില്ലാതല ഓഫീസുകൾ, സംസ്ഥാന ആസൂത്രണ ബോർഡ്, ജില്ലാ പ്ലാനിംഗ് ഹൗസ് എന്നിവ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖല സ്ഥാപിക്കുകയും വിവിധ തലങ്ങളുടെ കമ്പ്യൂട്ടർവൽക്കരണം പൂർത്തീകരിച്ച് നടപ്പാക്കുകയുമാണ് ഇൻഫർമേഷൻ കേരള മിഷൻ ലക്ഷ്യമിടുന്നത്. ഇനി ഇൻഫർമേഷൻ കേരള മിഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചല്ലോ. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇ ഗവേണൻസ് സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ 1999 ആരംഭിച്ച ദൗത്യമാണ് ഇൻഫർമേഷൻ കേരള മിഷൻ. ഇതിന്റെ ഭാഗമായിട്ടാണ് പല സോഫ്റ്റ്വെയറുകളും പിൽക്കാലത്ത് വികസിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം, ഈ ഒരു ഇൻഫർമേഷൻ കേരള മിഷന്റെ വാർത്താ പത്രികയുടെ പേര് PSC ചോദിച്ചിട്ടുണ്ട്. സോപാനം, ഒന്നല്ല ഒന്നിലധികം തവണ LDC മാത്രമല്ല ഡിഗ്രി ലെവൽ പരീക്ഷകളിലും. ഇനി കേരള സ്റ്റേറ്റ് IT മിഷൻ. ഓക്കെ, അപ്പോ ഇൻഫർമേഷൻ കേരള മിഷന്റെ ഭാഗമായിട്ട് അല്ലെ, ഇൻഫർമേഷൻ കേരള മിഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇ ഗവേണൻസ് സാധ്യമാക്കണമല്ലോ. ഇനി അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണ്. ഇനി സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഒരു IT നയം 1998 വന്നിട്ടുണ്ട്. ഇതും PSC ചോദ്യമായിരുന്നു. സംസ്ഥാന സർക്കാർ ആദ്യമായിട്ട് IT നയം അഥവാ വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട നയം പുറപ്പെടുവിച്ച വർഷം 1998 ഇത് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സർക്കാരിന് കീഴിൽ വിവര സാങ്കേതിക വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുന്നതിനായിട്ട് 1999 രൂപവൽക്കരിച്ച ഏജൻസിയാണ് കേരള സ്റ്റേറ്റ് IT മിഷൻ. ഓക്കെ, കേരള സ്റ്റേറ്റ് IT മിഷൻ IT മേഖലയ്ക്ക് ആവശ്യമായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, IT സേവനങ്ങൾ, ഇ ഗവേണൻസ് എന്നിവ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച KSITIL എന്താണെന്നുള്ളതാണ്. കേരള സർക്കാരിന്റെ IT നയത്തിന്റെ കീഴിൽ കേരളത്തിലെ IT മേഖലകൾ, IT ടൗൺഷിപ്പുകൾ, IT പാർക്കുകൾ എന്നിവയുടെ വികസനത്തിന് തുടക്കമിടാൻ വേണ്ടി 2007-2008 കാലഘട്ടത്തിൽ രൂപവൽക്കരിച്ച പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് KSITIL എന്ന് പറയുന്നത്. ആസ്ഥാനം തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് ക്യാമ്പസിലാണ്. കേരളത്തിലെ പ്രധാന ഇ ഗവേണൻസ് സൗകര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. കേരളത്തിലെ പ്രധാന ഇ ഗവേണൻസ് സൗകര്യങ്ങൾ, ഒന്ന് സ്പാർക്ക് ആണ്. ഇ ഗവേണൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ ചില സോഫ്റ്റ്വെയറുകളെ പഠിച്ചു. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനം സ്പാർക്ക് എന്ന് പറയുന്നത്. സ്പാർക്കിന്റെ ഫുൾ ഫോം PSC ചോദിച്ചിട്ടുണ്ട്. സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി. എന്താണ് സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള എന്നതാണ് സ്പാർക്കിന്റെ പൂർണ്ണരൂപം. PSC ഈ ഇടയ്ക്കുള്ള പരീക്ഷയ്ക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ സേവനങ്ങളിൽ ഉയർന്ന സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും അവരുടെ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമഗ്രമായി ശേഖരിക്കുന്നതിനും ശമ്പള വിതരണത്തിനുമായി നടപ്പാക്കിയിട്ടുള്ള ഓൺലൈൻ സേവന സംവിധാനമാണിത്. കണ്ടോ? അപ്പൊ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളും മറ്റുമെല്ലാം അല്ലെങ്കിൽ പോർട്ടലുകളും മറ്റുമെല്ലാം സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ വികസിപ്പിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് കേരള സ്റ്റേറ്റ് IT മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് എന്ത് തരം ഇ ഗവേണൻസ് ഇടപാടാണ്? G to E ആണ് അല്ലെ, ഗവൺമെന്റ് ടു എംപ്ലോയീസ്. നമ്മൾ പഠിച്ചു
G2G, G2C, G2B, G2E എന്നീ 4 ഇടപാടുകളെ പറ്റി പഠിച്ചു. അതിൽ G2E ഗവൺമെന്റ് ടു എംപ്ലോയീസ് ഇടപാടാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ സർക്കാർ ആശുപത്രികളിലെ എല്ലാ പ്രവർത്തനങ്ങളും ആധുനിക വിവര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരസ്പരം ബന്ധിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആരോഗ്യ സേവനങ്ങൾ കാര്യക്ഷമമായ രീതിയിൽ പ്രദാനം ചെയ്യുന്നതിന് ആരോഗ്യ സംരക്ഷണ വിവരങ്ങളുടെ ഒരു കേന്ദ്രീകൃത ഡാറ്റാബേസ്, അതായത് ഇ ഹെൽത്ത് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ ഈ ആരോഗ്യപരമായിട്ടുള്ള നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇ ഹെൽത്തിൽ ഒരു ഡാറ്റാബേസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സർക്കാർ ആശുപത്രികളിലെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് റിയൽ ടൈമിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആധുനിക വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ പല സർക്കാർ ആശുപത്രികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധിപ്പിക്കുവാനും ഇവിടങ്ങളിൽ ചികിത്സക്കായിട്ട് വരുന്നവരുടെ ഹെൽത്ത് ഡേറ്റാബേസ് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യാനും ഈ സംവിധാനത്തിലൂടെ സാധ്യമാകും. അപ്പൊ നമ്മുടെ നിങ്ങളുടെയൊക്കെ ഡേറ്റാബേസ് എല്ലാം ഇ ഹെൽത്തിലൂടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ സഞ്ജീവനി കോവിഡിന്റെ സമയത്ത് PSC ചോദിച്ചതാണ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 2020 ജൂൺ 10 ആരംഭിച്ച ഓൺലൈൻ ടെലിമെഡിസിൻ സംവിധാനം, അത്രയേ ഉള്ളൂ കേരള PSC ചോദിച്ചത്. ഈ സഞ്ജീവനി മറ്റൊന്നുമല്ല, നമുക്ക് കോവിഡിന്റെ സമയത്ത് ആശുപത്രിയിൽ നേരിട്ട് ചെല്ലാൻ സാധിക്കത്തില്ല. സോ ടെലിമെഡിസിൻ അല്ലെങ്കിൽ ടെലികോൾ വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്ടറിൽ നിന്ന് കൂടുതൽ പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്ന ഒരു സംവിധാനമായിരുന്നു. ഡോക്ടർമാർ നൽകുന്ന കുറിപ്പടികൾ തൊട്ടടുത്ത സർക്കാർ ആശുപത്രിയിൽ കാണിക്കുന്നതിലൂടെ മരുന്നുകൾ സൗജന്യമായിട്ട് ലഭിക്കുകയും ചെയ്തിരുന്നു. ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. സർക്കാരിന്റെയും മറ്റ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും ബില്ലുകളും നികുതികളും ഏറ്റവും കുറഞ്ഞ ചെലവിൽ അടയ്ക്കാൻ കഴിയുന്ന ഒരു സിംഗിൾ വിൻഡോ സംവിധാനം, ഏകജാല സംവിധാനമാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. കേരളത്തിലെ IT മിഷൻ പദ്ധതിക്ക് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അക്ഷയ പദ്ധതി, കേരള സർക്കാർ രൂപം നൽകിയ കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി PSC ചോദിച്ചിട്ടുണ്ട്. അക്ഷയ പദ്ധതിയാണ്. വിവര സാങ്കേതിക വിദ്യ ജനകീയമാക്കുകയും സർക്കാർ സംവിധാനങ്ങൾ ഓൺലൈനായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ന് നമ്മൾ അക്ഷയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അക്ഷയ കേന്ദ്രങ്ങൾ സ്ഥാപിതമായത്. അക്ഷയ കേന്ദ്രങ്ങൾ സ്ഥാപിതമായതിലൂടെ നമ്മളിപ്പോ ഒരു PSC പ്രൊഫൈല് ഫോം ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ എന്ത് ഓൺലൈൻ ഇടപാടുകൾക്കും സാധാരണക്കാർ ആദ്യം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വലിയ വിവരമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ആധാറുമായിട്ട് ബന്ധപ്പെട്ട് ആധാർ ബയോമെട്രിക് സംവിധാനത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോകുന്നത് എവിടെയാ? സ്വാഭാവികമായിട്ടും അക്ഷയ കേന്ദ്രങ്ങളിൽ തന്നെയാണ്, അല്ലെ? അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് കൂടുതൽ ഡിജിറ്റലൈസ് ചെയ്യാൻ സഹായിക്കുന്നു ഇത്തരം കേന്ദ്രങ്ങൾ. 2002 നവംബർ 18 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം അദ്ദേഹം മലപ്പുറം ജില്ലയിൽ അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. PSC ചോദ്യമായിരുന്നു. മലപ്പുറം ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ലയായിട്ട് മാറിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് അക്ഷയ കേന്ദ്രങ്ങൾ വരുന്നത്. ഇത്തരത്തിലുള്ള സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായിട്ടുള്ള സംരംഭമാണിത്. ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ സേവനം എന്ന് പറയുന്നത് www.services.kerala.gov.in എന്ന സർക്കാർ വെബ്സൈറ്റിലൂടെ സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ലഭിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ സേവനം എന്നുള്ള ഒരു പോർട്ടൽ. ഗൂഗിളിൽ അടിച്ചാൽ മതി, ഈ സേവനം എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, IT മിഷനാണ് ഇതിനും നേതൃത്വം നൽകിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഗവേണൻസ് എന്ന് പറയുന്ന സംവിധാനത്തിന് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ഒരുക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് നമ്മൾ IT സംവിധാനത്തെ കാണുന്നത്, IT മിഷൻ കേരളയെ കാണുന്നത്. ഓക്കെ, ഇനി സേവനം, സർക്കാരിന്റെ 450-ൽ പരം സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് സേവനം എന്ന് പറയുന്നത്. ഇന്നിപ്പോ ആൻഡ്രോയിഡ്, iOS എന്നീ പ്ലാറ്റ്ഫോമുകളിൽ സേവനം ലഭ്യമാണ്. സംസ്ഥാന NIC ആണ് സേവനം. ഈ മൊബൈൽ എന്ന സേവനം എന്ന ഈ സേവനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക് സേവനം നേരത്തെ പഠിച്ചു. ഈ സേവനം അത് നമുക്ക് എന്താണ് സൈറ്റ് വഴി, വെബ്സൈറ്റ് വഴി കിട്ടും. ഇന്ന് സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനാണ്. മൊബൈൽ സേവനം, മൊബൈൽ ലഭിക്കാന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനാണ്. ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS വഴി കിട്ടും. ഇനി
സേവനങ്ങൾ വേഗത്തിൽ തിരയാനും കണ്ടെത്താനും ഉപഭോക്തൃ വിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ കർഷകർ, വിദ്യാർത്ഥികൾ, സ്ത്രീകളും കുട്ടികളും യുവജനങ്ങളും നൈപുണ്യ വികസനവും സാമൂഹിക സുരക്ഷയും പെൻഷനേഴ്സും പൊതു ഉപയോഗ സേവനം, അതായത് ജസ്റ്റ് നോക്കിയാൽ മതി, വിവിധ സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മൊബൈലിൽ ലഭ്യമാകുന്ന ഡിജിറ്റൽ സേവനമാണ് സേവനം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ പറയുന്ന ഏരിയ വളരെ വേഗത്തിൽ പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതിൻ്റെ നോട്ടുകൾ എംഫേമ ലേണിംഗ് ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒന്നും മിസ്സാവത്തില്ല. സ്ട്രേറ്റ് അവേ നിങ്ങൾക്ക് എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. താങ്ക് യു വെരി മച്ച്.